ഭാരതത്തിൽ ആദ്യത്തെയും അവസാനത്തെയും നോബൽ സമ്മാനം കിട്ടിയ കൃതി ഏതാ? ഗീതാഞ്ജലിയാണ്. ആദ്യത്തെയും അവസാനത്തെയും. അതെന്താ? ഗീതങ്ങളുടെ അഞ്ജലിയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഫിലോസഫി മുഴുവൻ എഴുതി വെച്ചിട്ട് കൊണ്ടു നടക്കുന്ന, എടുത്തു ഉപയോഗിക്കുന്ന കൃതിയുടെ പേരെന്താണ്? ഗീതയാണ്, അല്ലേ? ഗീതയാണ്. ഗീതാഞ്ജലിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗീതകം ഏതാണെന്നറിയാം? ശബ്ദവും സംഗീതവും തമ്മിലുള്ള ബന്ധത്തെ, ശബ്ദവും സംഗീതത്തെയും ഇത്രയും മനോഹരമായി ഉൾച്ചേർത്തുകൊണ്ട് അവതരിപ്പിച്ച ഒരു വരി ലോകത്തൊരു സാഹിത്യകൃതിയിലും ഞാൻ കണ്ടിട്ടില്ല. ഹേ മഹാപ്രഭോ, ടാഗോറിന്റെ ദൈവം ഏതെങ്കിലും ഒരു മതത്തിന്റെയോ ജാതിയുടെയോ പള്ളിയിലെയോ അരമനയിലോ അമ്പലത്തിലോ കുടിയിരിക്കുന്ന ആളല്ല. നിമീലിതലോചനമൊന്നു തുറക്കൂ, നന്നായി നോക്കൂ, പൂട്ടിയ കണ്ണുകൾ തുറന്നു നോക്കൂ. എവിടെയാ ദൈവം? കരിനില മുഴുവ കർഷകരോടും വർഷം മുഴുവൻ വഴി നന്നാക്കാൻ പെരിയ കരിങ്കൽ പാറ നുറുക്കിയൊരുക്കും പണിയാളരോടൊത്തും ചേർന്നമരുന്നു ദൈവം. മണ്ണാർന്നിരു കൈകളിലും കൂടെ ചെളിയിലിറങ്ങൂ, കളയൂ ശുഭ്രം വസ്ത്രം. മോക്ഷമാണല്ലോ നമ്മുടെ ഇവിടെ ഭാരതത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യം മോക്ഷമാണല്ലോ. കെട്ടും കെട്ടി ശബരിമലക്ക്. ആരെ കാണാൻ? സ്വാമിയെ കാണാൻ. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടൂ, അല്ലേ? മോക്ഷം കിട്ടും. എന്നിട്ട് ഞങ്ങളുടെ നാട്ടിലെ ചില സ്വാമിമാര്, എല്ലാരും അല്ലേ, ആരും ആക്ഷേപം പറയണ്ട, ചില സ്വാമിമാര് അവിടുന്ന് മോക്ഷം കിട്ടിയെങ്കിൽ എനിക്ക് മനസ്സിലാവാത്തത്, അവിടുന്ന് മോക്ഷം കിട്ടിയെങ്കിൽ എന്തിനാ തിരിച്ചു വരുമ്പോ മാഹിയിൽ ഇറങ്ങിയിട്ട് മോക്ഷം വാങ്ങി സൈഡ് ബാഗിൽ വെക്കും. തേങ്ങ ഉടച്ച ഉടനെ കുടിക്കാൻ. മാഹിയിൽ ചെറിയ പൈസക്ക് മദ്യം കിട്ടും, പോണ്ടിച്ചേരി സ്റ്റേറ്റ് ആയതുകൊണ്ട്. മോക്ഷമാണ് എവിടെ? കൊതിയോ മുക്തിയിൽ, മുക്തിയിരിക്കുവതെവിടെ? നിനക്കെങ്ങത് കിട്ടും? സംസ്കൃതിയോട് സാക്ഷാൽ പ്രഭുവും സർഗത്തുടലാൽ കെട്ടുപിണഞ്ഞു കിടപ്പൂ. മതിനിൻ ധ്യാനം മാറ്റൂ പൂജാപാത്രം, വസ്ത്രം കീറി മുഷിഞ്ഞതു മതി. നീ അദ്ദേഹത്തോട് കർമ്മവ്രതിയായി ചേരൂ. വേർപ്പൊഴുകട്ടെ, വേർപ്പൊഴുകട്ടെ, വേർപ്പൊഴുകട്ടെ. അധ്വാനിക്കുന്നവനാ മോക്ഷമെന്ന് പച്ചരെഴുതി വെച്ച ആ കൃതിയാണ് ഗീതാഞ്ജലി. അതിൽ ദൈവമെന്ത്? എവിടെയാണ് ദൈവം? അതിൽ മനോഹരമായിട്ട് ടാഗോർ പറയുകയാണ്, ഹേ മഹാപ്രഭു, അങ്ങയുടെ സംഗീതമാണ്, അങ്ങയുടെ സംഗീതമാണ് അനുഗ്രഹം. പക്ഷേ ആ സംഗീതം പോലെ പാടാൻ ഞാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോകുന്നു. എനിക്കതുപോലെ പാടാൻ കഴിയുന്നില്ല. ആ സംഗീതം പോലെ പാടാനാണ് ഓരോ ഗായകനും പരിശ്രമിക്കുന്നത്. ഞാനറിവീല ഭവാന്റെ മോഹനഗാനാലാപന ശൈലീ.